ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മഹിമ പറയുന്നുണ്ട്, രവിയേട്ട എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ, അങ്ങനെ പിണക്കവും വഴക്കും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ രവീന്ദ്രൻ പറയും, ശരിയാ മഹിമ പറഞ്ഞത്, അതൊന്നും മനസ്സിൽ വെക്കണ്ട എന്ന്. മഹിമ എഴുന്നേറ്റ് എന്നൊരു രേവതിയോട് പറയുന്നുണ്ട്, രണ്ടുപേരുടെയും വിവാഹത്തിന് എൻ്റെ മംഗളാശംസകൾ, പിന്നെ നിങ്ങളുടെ ഈ സ്നേഹവും ഐക്യവും ഒക്കെ ജീവിതകാലം മുഴുവൻ നിൽക്കട്ടെ എന്നൊക്കെ പറയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് രേവതി എന്ന് പറഞ്ഞ് രേവതിക്ക് 2 വള എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒന്ന് ഞെട്ടും. സ്വർണ്ണ വളയാണെന്ന് പറയുമ്പോഴത്തേന് ശ്രുതിക്കൊന്നും ഇഷ്ടപ്പെടുന്നേയില്ല. അപ്പം ഈ വളയെടുത്ത് രേവതിയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോഴത്തേന് രേവതിയെ സച്ചി വിളിക്കുന്നുണ്ട്, വേണ്ട രേവതി എന്നുള്ള പരുവത്തി രേവതി എന്ന്. ചന്ദ്രമതി അപ്പം ചോദിക്കുന്നുണ്ട്, എന്തിനാ മഹിമയെ സ്വർണ്ണവളയൊക്കെ കൊണ്ടുവന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇവിടെയാണ് സ്വന്തം മകളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പോലും പലരും ഇവിടെ ചുമ്മാതെ വന്ന് വെറും കയ്യോടെ ആയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് രേവതിക്കും വിഷമമാവുന്നുണ്ട്, രേവതിയുടെ അമ്മയ്ക്കും വിഷമമാവുന്നുണ്ട് കേട്ടോ. ഊസി കിട്ടുന്നതല്ലേ, മേടിച്ചോട്ടെ എന്നുള്ള പരുവത്തിലൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ചന്ദ്രമതി നിൽക്കുന്നത്. അത് കഴിയുമ്പോഴത്തേന് മഹിമ ആ വളയെടുത്ത് രേവതിയുടെ കയ്യിലോട്ട് കൊടുക്കും. കയ്യിലിടാൻ തുടങ്ങുന്ന രേവതി പറയും, ആൻറ്റി ആ വള ഇങ്ങ് കയ്യിലേക്ക് തന്നേക്കാൻ പറയും. എന്താ രേവതി നിൽക്കുമ്പോൾ, അതിനെന്താ ഞാൻ എൻ്റെ കൈ തന്നാൽ മതി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കിയിട്ട് പറയും, നല്ല ഭംഗിയുണ്ട് കേട്ടോ ആൻറ്റി, നല്ല ഡിസൈനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും. എങ്കിലും അത് കൈ പിടിച്ചുകൊണ്ടിരിക്കാതെ കയ്യിലിടാൻ പറയും. ഉടനെ രേവതി പറയുന്നുണ്ട്, ഞാൻ ഇട്ടോളാം, കൈ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് വർഷയുടെ അടുത്തോട്ട് വന്നിട്ട് പറയും, വർഷേ നിൻ്റെ കൈ നീട്ടെന്ന് പറഞ്ഞിട്ട് വർഷയുടെ കയ്യിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വർഷ പറയും, ചേച്ചി എന്താ ഇത്, അത് ചേച്ചിക്ക് വേണ്ടി അമ്മ കൊണ്ട് തന്നതല്ലേന്ന്. അതിനെന്താ വർഷ, ഇത് നിൻ്റെ കൈ കിടക്കുമ്പോഴാ ഭംഗി, എന്തായാലും ഇത് നിൻ്റെ കൈ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് 2 കൈയിലും ആ വളയിട്ട് കൊടുക്കുകയാണ്. അത് കാണുമ്പോഴത്തേന് ചന്ദ്രമതി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ രേവതിയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്, സച്ചിക്കും സന്തോഷമാവും. മഹിമ അങ്ങ് അയ്യടാന്നായി പോകുന്നുണ്ട്. ഇവർക്ക് ആ സ്വർണ്ണവളയൊക്കെ കൊടുത്ത് ഇവരെ ഒന്ന് ഭരിക്കാമെന്നുള്ള പരുവത്തിലും നാണം കെടുത്താമെന്നുള്ള പരുവത്തിലാണ് വന്നത്. പക്ഷേ അത് ഏറ്റില്ലല്ലോ. എന്നിട്ട് രേവതി പറയും, എന്തായാലും മോളുടെ കൈ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന്. അത് കാണുമ്പോഴത്തേന് സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇതാണ് രേവതി മോള്, കണ്ടില്ലേ ആ വള വർഷയുടെ കയ്യിലിട്ട് കൊടുത്തത്, അപ്പോൾ ആ ഒരു സന്തോഷം അവൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയും. അപ്പോൾ ഉടനെ മഹിമ പറയുന്നുണ്ട്, എന്നാലും ആ വള ഞാൻ രേവതി നിങ്ങൾക്ക് കൊണ്ടുവന്നല്ലേ എന്ന് ചോദിക്കും. എനിക്ക് വേണ്ട ആൻറ്റി, എനിക്ക് അങ്ങനെ സ്വർണ്ണമൊന്നും ഒരുപാട് ഇട്ടുകൊണ്ട് നടക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. എൻ്റെ സച്ചിയേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടി തന്ന ഒരു താലിമാലയുണ്ട്, അത് ജീവിതകാലം മുഴുവൻ എൻ്റെ കഴുത്തിൽ കിടക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരുപാട് സ്വർണ്ണത്തെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കാറില്ലായിരുന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് മഹിമ അങ്ങ് അടി കൊണ്ട പോലെ ആയി പോവുകയാണ്. അപ്പോഴത്തേനും ഉടനെ ശ്രുതിയും ഇതൊക്കെ നോക്കി ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, എന്തായാലും ഇനി ഇങ്ങനെ സമയം കളയണ്ട, നമുക്ക് കേക്ക് കട്ട് ചെയ്തേക്കാമെന്ന്. ഉടനെ എല്ലാവരും പറയും, ഏടാ കേക്ക് കട്ട് ചെയ്യാം, കുറച്ച് കഴിയട്ടെന്ന്. അതെന്തിനാ ഒത്തിരി താമസിക്കുന്നേ, കേക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അഴുക്കായി പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ മഹിമ പറയും, ഇവിടെ എന്തൊരു ചൂടാണ്, ഇതിനകത്ത് ഇരിക്കാനേ പറ്റുന്നില്ലല്ലോ, AC ഇല്ലാത്തതുകൊണ്ടാ എന്നൊക്കെ പറയുമ്പോഴത്തേന് രവീന്ദ്രൻ പറയും, ഇവിടെ AC ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയും. വേണമെങ്കിൽ ഞാനൊരു സെൻട്രലൈസ്ഡ് AC മേടിച്ചു കൊണ്ട് തരാം എന്നൊക്കെ പറയുമ്പോഴത്തേന് രവീന്ദ്രൻ പറയും, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, വർഷയ്ക്കാണെങ്കിൽ AC ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ മുറിയിൽ AC ഉണ്ടല്ലോ, അത് മതിയല്ലോ, പിന്നെ ഈ വീട്ടിൽ ഇപ്പം ഫാനിൻ്റെ ആവശ്യമുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേന് ചന്ദ്രമതി രവീന്ദ്രനെ അടിച്ചു താക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊരു ഡ്രൈവർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ AC കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ, അതുപോലാണോ മറ്റുള്ളവരെ എന്നൊക്കെ മഹിമയെ പൊക്കി പറയുകയും രവീന്ദ്രനെ താത്തു പറയുകയും ചെയ്യും. അപ്പം മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട്, എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവിടെ ഇപ്പോൾ AC ആവശ്യം എന്നാ, അല്ലാതെ തന്നെ എല്ലാവരും ഈ വീട്ടിൽ ഫാനൊക്കെ ഇട്ട് താമസിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേന് ശ്രുതി പറയും, ഇനിയും താമസിക്കേണ്ട കേട്ടോ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞേ. ശ്രീകാന്ത് പറയും, ശരിയാ, അല്ലെങ്കിൽ ഇപ്പം വട്ട് കയറിയ പോലെ ഇരിക്കുന്നത് ഏട്ടൻ ഇപ്പോൾ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതങ്ങ് കട്ട് ചെയ്തേക്കാമെന്ന്. പിന്നെ എല്ലാവരും കൂടെ കൂടി അതിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരുങ്ങി ഒക്കെ വെച്ചിരിക്കുന്നിടത്തോട്ട് വരികയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അശോകൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അശോകൻ അന്നേരത്തേന് ആ സമയത്ത് കയറി വരികയാണ്. രവീന്ദ്രൻ ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ അടുത്ത് നിർത്തുന്നൊക്കെ ഉണ്ട്. പിന്നീട് രേവതിയും സച്ചിയും കൂടെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം രണ്ടുപേർക്ക് ഒരുപാട് സന്തോഷമാകും, എല്ലാവരും കൈയൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി കൈയടിക്കാനൊന്നും പോകത്തില്ല. ഉടനെ രവീന്ദ്രൻ പറയും, കൈയടിക്ക് ചന്ദ്രേ എന്ന് പറഞ്ഞിട്ട് കൈ അടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടു കൂടി ഇവർ വായിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അച്ചമ്മയ്ക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അച്ചമ്മ ഇവർക്ക് 2 പേർക്കും വായിലൊക്കെ ഇട്ടൊക്കെ വെച്ച് കൊടുക്കും. അത് കഴിയുമ്പോഴത്തേന് ശ്രുതി പറയുന്നുണ്ട്, ഇനി എല്ലാവർക്കും വേണ്ടി ഞാൻ കട്ട് ചെയ്യാമെന്ന് പറയും. എന്നാൽ നീ കട്ട് ചെയ്ത് കൊടുക്കാൻ പറയും. എന്നാൽ ആദ്യം കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വായി വെക്കാൻ തുടങ്ങിയിട്ട് ഉടനെ കൊണ്ടുവന്ന് ശ്രുതിക്ക് കൊടുത്തിട്ട് പറയും, അയ്യോ നിനക്ക് തരാൻ ഞാൻ കഴിക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ വായി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഉടനെ വർഷ പറയും, നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്.
ഇവർ രണ്ടുപേരുടെ സന്തോഷത്തോടു കൂടിയാണ് ചേർന്ന് നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. കേക്ക് കട്ടിങ് കഴിഞ്ഞ ഉടനെ മഹിമ പറയും ഞാൻ പോയേക്കാണെന്ന്. അപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് സങ്കടം, ഒന്നും കഴിച്ചില്ലല്ലോ, ആഹാരം കഴിച്ചേച്ച് പോകാമെന്നൊക്കെ പറയും. അതൊക്കെ ഇനി വേറൊരു ദിവസം ആകട്ടെ, അതുകൊണ്ട് ഇന്ന് പോകാമെന്ന് പറയും. മഹിമ ഉടനെ പോന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ കണ്ടില്ലേ മഹിമ ഒന്നും കഴിക്കാതെ പോയെന്ന്. അതെങ്ങനെയാ അതിനെന്നാ ഇനിയിപ്പോൾ ആണെങ്കിലും കഴിച്ചോളും, കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളല്ലേ എന്നൊക്കെ ചോദിച്ച് ചിരിച്ചുണ്ടാകത്തോട്ട് അങ്ങ് പോവുകയാണ്. പിന്നീട് എല്ലാവരും കൂടെ ഹാളിലിരിക്കുന്ന സമയത്ത് വർഷയും ശ്രീകാന്തൂടെ സച്ചിയും രേവതിയും വിളിച്ചിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരെയും കൂടെ ഒരു ഗിഫ്റ്റാന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ അത് തുറക്കാൻ പറയും. അവർ തുറന്ന് നോക്കുമ്പോൾ അവരുടെ ഈയിടെ നടന്ന കല്യാണത്തിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്താൽ കൊടുത്തിരിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ആ ഫോട്ടോ കാണിച്ച് കഴിയുമ്പോഴത്തേന് ശ്രുതി പറയുന്നത് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അന്നേരത്തേനുടനെ ശ്രീകാന്ത് പറയും, ഇനി എല്ലാവരും സച്ചിയേട്ടനെ കുറിച്ചും രേവതി ചേച്ചിയെക്കുറിച്ചും രണ്ട് വാക്ക് സംസാരിക്കണം, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയും. അന്നേരത്തേന് അതൊക്കെ എന്തിനാ വർഷേ, വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി അങ്ങ് ഉടക്കൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തും വർഷയും പറയും അതൊന്നും പറ്റത്തില്ല, അതൊക്കെ ഒരു നല്ല മെമ്മറി ആയിരിക്കും, അതുകൊണ്ട് ഓരോരുത്തരായിട്ടോ അങ്ങനെയൊക്കെ പറയാം എന്ന് പറയും. അപ്പോൾ ശ്രുതി തന്നെ ആദ്യം പറയാൻ പറയും. ഉടനെ ശ്രുതി പറയും, രണ്ടുപേർക്കും ആദ്യമേ എൻ്റെ വിവാഹ മംഗളാശംസകൾ. പിന്നെ എന്നോടാണ് ഇവർ താങ്ക്സ് പറയേണ്ട, കാരണം ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തന്നെ കാരണം ഞാനാണല്ലോ എന്ന് പറയും. നീയോ എന്ന് പറയാം. അതെ, ഞാൻ ഓടിപ്പോയതുകൊണ്ടല്ലേ ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത്, ഇവനൊരു പെണ്ണ് കിട്ടാൻ കാരണമോ അതുതന്നെയാണ്, അല്ലെ ഇവനൊക്കെ ആരും പെണ്ണ് കൊടുക്കുമോ, കല്യാണം കഴിക്കാനുള്ള എന്ത് യോഗ്യത ഇവനുള്ള, വിദ്യാഭ്യാസമില്ല, കാർ ഡ്രൈവറാണ്, പിന്നെ ഇവൻ കള്ളും കുടിച്ച് നടക്കുന്ന, ഇവനൊക്കെ പെണ്ണ് കൊടുക്കുന്ന പോലും ആരും കിട്ടത്തില്ല, ഞാൻ കാരണം ഇവർക്ക് പെണ്ണ് കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേനും അച്ഛമ്മ വഴക്ക് പറയുന്നുണ്ട്. എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവരെക്കുറിച്ച് നല്ലത് പറയാൻ പറഞ്ഞപ്പോഴത്തേന് നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ചോദിക്കും. എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളെന്ന് പറയും. എന്നാൽ പിന്നെ നീ അവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് എല്ലാവരുടെ വഴക്ക് പറയണം. പിന്നീട് ശ്രീകാന്താണ് പറയുന്നത്. അപ്പോൾ ശ്രീകാന്ത് സച്ചിയേട്ടൻ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, അതിനെല്ലാം ഫുൾ ക്രെഡിറ്റ് രേവതി ചേച്ചിക്കാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊക്കിയടിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പിന്നീട് വർഷയാണ് പറയുന്നത്. വർഷ പറയും ഞങ്ങളുടെ കല്യാണം നടക്കാൻ തന്നെ കാരണം രേവതി എടുത്തിയെന്ന് പറയുന്ന ഉടനെ രേവതി പറയും, എൻ്റെ വർഷയെ അതൊന്നും പറയാതെ ഇത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ട് വേണം എന്നെ വല്ലതും താറടിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലോട്ടാണോ നീ എന്നെ ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, രേവതി ചേച്ചിയെ പോലെ ഒരു കെയറിങ് ഉള്ള ഒരു ചേച്ചി എനിക്ക് കിട്ടിയല്ലോ, ഐ ലവ് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കെട്ടിപ്പിടിച്ചൊക്കെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് രേവതി ചേച്ചിയെ പോലെ ആകാനാണ് ഇഷ്ടം, രേവതി ചേച്ചിയായ ഇവിടുത്തെ എല്ലാം എന്നൊക്കെ ഉള്ളവരത്തി പറയുകയാണ്. അപ്പോഴത്തേനുടനെ ഇനി രവീന്ദ്രൻ പറയാൻ പറയുമ്പോൾ രവീന്ദ്രൻ പറയും, എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ എന്താ പറയുന്നത്, എന്തായാലും ഇവർ രണ്ടുപേരും ദൈവമായിട്ട് കൂട്ടിച്ചേർത്തോരാ, ഇവർക്ക് നല്ലത് വരട്ടെ, ജീവിതകാലം മുഴുവൻ നന്നായിട്ട് ഇവർ സ്നേഹത്തോടെ കഴിയട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. ഉടനെ അച്ഛൻ പറയും, ഇനിയിപ്പം ചന്ദ്രൻ നീ പറ രണ്ട് വാക്ക് നിൻ്റെ മകനെക്കുറിച്ചും മരുമോളെക്കുറിച്ചും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നാ പറയാനാന്ന് ചോദിക്കും. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് സച്ചി ഇങ്ങനെ നോക്കുകയാണ്, നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാനായിട്ട് സന്തോഷത്തോടെ ചന്ദ്രയ്ക്കിട്ട് നോക്കിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.